വയനാട്ടിലെ ഭവന പദ്ധതിയെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറുകയാണ്. മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തിയ വീടുകളിൽ ഇന്ന് വരെ ഒരു കുടുംബത്തിനും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നോടിയായി വേഗത്തിൽ നടത്തിയ ഉദ്ഘാടനം ഒരു കാപട്യ രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നുവെന്നതാണ് പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ലെന്നാണ് ആരോപണം. കുടിവെള്ളമില്ല, വൈദ്യുത ബന്ധമില്ല, നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ വീടുകൾ ജനങ്ങൾക്ക് കൈമാറിയത് എന്തിനാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. പണി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വീടുകൾ കൈമാറേണ്ടതുള്ളൂ. എന്നാൽ ഇവിടെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതിനിടെ ഒരു മന്ത്രിയുടെ പരിശോധന രീതിയാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വീടുകളിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി മന്ത്രി നേരിട്ട് മേശയുടെ മുകളിൽ കയറി പരിശോധന നടത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സാങ്കേതിക പരിശോധനകൾ നിർവഹിക്കേണ്ടത് എഞ്ചിനീയർമാരാണെന്നിരിക്കെ മന്ത്രിയുടെ ഈ നടപടിയെ പ്രചാരണ നാടകം എന്ന നിലയിൽ പ്രതിപക്ഷം വിമർശിക്കുന്നു. മന്ത്രി എഞ്ചിനീയറാണോ? ചോർച്ച പരിശോധിക്കേണ്ടത് വിദഗ്ധരാണ് എന്നതാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിർമ്മാണത്തിലെ ഗുണമേന്മയെക്കുറിച്ചും ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികളുടെ നിലവാരത്തെക്കുറിച്ചും പദ്ധതി നടപ്പാക്കുന്നതിലെ വീഴ്ചകളെക്കുറിച്ചും നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. അതേസമയം ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും പ്രതിപക്ഷം ഉയർത്തി കാണിക്കുന്നു. മുൻപ് മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ ശരിവരുന്നുവെന്ന അവകാശവാദവും അവർ ഉന്നയിക്കുന്നു. അന്ന് പറഞ്ഞതെല്ലാം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് വിമർശനം ശക്തമാകുന്നത്. കൂടാതെ ഒരു സംഭവത്തിന് പിന്നാലെ പണി ആരംഭിച്ചില്ല എന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയവരാണ് ഇപ്പോൾ സ്വന്തം പദ്ധതികളിൽ പോലും അടിസ്ഥാന ഘട്ടങ്ങൾ പൂർത്തിയാക്കാത്തതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ഉദ്ഘാടനം നടത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരാൾക്കും താമസിക്കാൻ കഴിയാത്ത വീടുകൾ ഇത് ഭരണപരമായ അലംഭാവമോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലുകളോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിലെ സുതാര്യത, ഗുണമേന്മ, ഉത്തരവാദിത്തം എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് എന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുജനങ്ങളുടെ പണം ചെലവഴിച്ച് നിർമ്മിച്ച വീടുകൾ താമസയോഗ്യമല്ലാത്ത അവസ്ഥയിൽ തുടരുന്നത് വലിയ ഭരണപരമായ വീഴ്ചയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. കാലം ഇതിന് മറുപടി ചോദിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പ്രതിപക്ഷം രംഗത്തെത്തുന്നത്. വയനാട് ഭവന പദ്ധതി വിവാദം അടുത്ത ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ചർച്ചയായിരിക്കും എന്നതിൽ സംശയമില്ല.